ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. പപ്പടം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും കാണില്ല അല്ലേ? ഊണിനായാലും കാപ്പിക്കായാലും പപ്പടം കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഈ പപ്പടം ചിലവർക്ക് അത് പൊങ്ങി വരുന്നത് ഒട്ടും തന്നെ ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ പപ്പടം ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ ഇതുപോലെ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു പപ്പടക്കോലോ കൊണ്ട് ഇതുപോലെ പപ്പടത്തിലൊന്ന് ഹോളിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു 2-3 ഹോളൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പപ്പടം അധികം പൊള്ളാതെ തന്നെ നല്ലതായിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ അധികം പപ്പടം പൊള്ളി വരികയാണെങ്കിൽ എണ്ണ ഇഷ്ടം പോലെ അത് കുടിക്കും. കൊളസ്ട്രോളൊക്കെ വരാൻ ഏറ്റവും സാധ്യതയുള്ള കാര്യമാണ് ഇത് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ പപ്പടം ഒരു 4-5 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പപ്പടം അധികം പൊള്ളി വരെയില്ല, അധികം എണ്ണ കുടിക്കുകയില്ല കേട്ടോ. അപ്പോൾ ഞാനവിടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്കിട്ട് ഓരോന്ന് വിധം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മാത്രമല്ല പ്രയോജനം കേട്ടോ. നമ്മൾ പപ്പടം പൊരിച്ചിടുന്ന പാത്രത്തിലേക്ക് നമുക്ക് നിറയെ പപ്പടം ഇടാൻ പറ്റും. നമ്മൾ പൊള്ളി വരുന്ന പപ്പടമാണെങ്കിൽ കുറച്ച് മാത്രമേ അതിലിടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറേ പപ്പടം ആ പാത്രത്തിൽ നമുക്ക് പൊരിച്ചിടാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ പയർ വർഗ്ഗങ്ങളായാലും അതുപോലെ തന്നെ അരിമാവായാലും ഗോതമ്പ് മാവായാലും റവ മാവൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ച ശേഷം നമ്മൾ കുറച്ച് മിച്ചം വരുമ്പോൾ നമ്മൾ ഇതുപോലെ കവറിൽ വച്ചിരിക്കും. അപ്പോൾ ആ കവറിൽ നിന്ന് കളയാതിരിക്കാനും അതിൽ കരിച്ചൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് മടക്കിയ ശേഷം നമ്മൾ തുണിയൊക്കെ ഇടുന്ന ക്ലിപ്പില്ലേ, ആ ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ആ മാവൊന്നും കളയാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മാവൊന്നും കളയാതെ തന്നെ നമുക്ക് ഇതിനേക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാനുള്ള ടിപ്സുകളായിരിക്കും, എങ്കിലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിലോ എന്ന് പറഞ്ഞാൽ പറയുന്നത്. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ വേറൊരു നമ്മൾ സൂക്ഷിക്കേണ്ട ടിപ്സ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ ഇത് ആദ്യമൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ശരിയായില്ല, എങ്കിലും ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയ ശേഷം ഇതുപോലെ ചുറ്റി അതിൻ്റെ ആ ഒരു മാവിരിക്കുന്ന ഭാഗം വരെ വന്ന ശേഷം നമ്മൾ അതിനെ ഒന്ന് ആ ഒരു സൈഡിലുള്ള ഒന്ന് കറക്കി ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കിയ ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മാവ് കളയാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ സ്ഥിരമായിട്ട് ദോശയൊക്കെ ചുടുന്ന ദോശക്കല്ലിലാണെങ്കിൽ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സൈഡൊക്കെ നിറയെ എണ്ണയൊക്കെ പറ്റി പിടിച്ച് അഴുക്കായിട്ട് ഇളകാതെ തന്നെ ഇരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അതൊരു വൃത്തികേടായിട്ടിരിക്കും. അത് പെട്ടെന്ന് പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമ്മൾ കോൾഗേറ്റ് ഉണ്ടായിരിക്കുമല്ലോ, എല്ലാ വീട്ടിലും കോൾഗേറ്റ് കാണും. അപ്പോൾ ആ കോൾഗേറ്റ് ഒന്ന് നമ്മൾ ഈ ദോശക്കല്ലിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് തേച്ച് കൊടുത്ത ശേഷം അതിന് അഴുക്കുള്ള ഭാഗത്തെല്ലാം ഒന്ന് നല്ലതുപോലെ കൈകൊണ്ട് അതിനെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കോൾഗേറ്റ് കൊണ്ട് പല ഉപയോഗങ്ങളും നമുക്ക് ഇത് ഉണ്ട്. അപ്പോഴേ നമുക്ക് ഇതുപോലെ ഒന്ന് ഇത് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നല്ലതായിട്ടുള്ള കറ പിടിച്ച് ഇതെല്ലാം നല്ലതുപോലെ മാറിക്കിട്ടും. അപ്പം ഞാൻ ഇവിടെ കൈകൊണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് അത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പൊടിയുപ്പാണ്. നമ്മൾ പൊടിയുപ്പൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിയുപ്പ് എല്ലായിടും ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയും കൂടി അത് നിറച്ചും കുറച്ച് വിധം അങ്ങ് തൂറ്റി കൊടുക്കണം. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കിതിനെ പിടിക്കാൻ വേണ്ടി വെച്ച ശേഷം നമ്മളൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കുറച്ചെടുത്ത്, സ്ക്രബ്ബർ കുറച്ചാണ് എടുത്തിരിക്കുന്നത്, അതെടുത്ത് നമുക്ക് ഇതിനെല്ലാം നല്ലതുപോലെ തേച്ച് കൊടുക്കാം. അപ്പം നല്ലതുപോലെ പ്രസ് ചെയ്ത് ആ ഒരു അഴുക്കുള്ള ഭാഗത്തൊക്കെ നല്ലതുപോലെ തേച്ച് പിടിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാ അഴുക്കും നമുക്ക് പോയി കിട്ടും. ഇത് നല്ലൊരു പഴയ ദോശക്കല്ലാണ് കേട്ടോ. അപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അഴുക്ക് പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ
ഞാൻ ഇതേപോലെ ഇളക്കി കളയാറുണ്ട് കേട്ടോ. അതിൻ്റെ ആ സൈഡിലുള്ള അഴുക്കൊക്കെ ഇളകി കറുത്തതായിട്ട് കാണുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്കൊരു സിങ്കിൻ്റെ അവിടെ വെച്ച് അതിനെ നമുക്ക് നല്ലതുപോലെ ആ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ തേച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ വെള്ളമൊക്കെ ഉപയോഗിച്ച് തേച്ച് കളയുമ്പോൾ തന്നെ നല്ലതുപോലെ പ്രസ് ചെയ്ത് തന്നെ തേക്കണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ അതെല്ലാം ഇളകി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എല്ലാ അഴുക്കും നമുക്ക് മാറ്റി കളയാൻ പറ്റും കേട്ടോ. ദോശക്കല്ലാണെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ദോശയൊക്കെ ചുടുന്ന ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ അഴുക്കൊക്കെ പറ്റി പിടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ തേച്ച് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴുകി നോക്കാം കേട്ടോ. കഴുകുമ്പോൾ നമ്മൾ ആ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് തന്നെ തേച്ച് കഴുകണം. എങ്കിൽ മാത്രമേ നമ്മൾ തേച്ച ആ കോൾഗേറ്റ് എല്ലാം അതൊന്ന് പോയി കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇത് സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള എല്ലാ അഴുക്കും പോയി കിട്ടും കേട്ടോ. കണ്ടോ, ഇപ്പം കണ്ടോ ആ ദോശക്കല്ലിൽ അതിൻ്റെ ആ കട്ടിയുള്ള ഭാഗം എല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതെല്ലാം ചെയ്ത് നോക്കണം. നല്ല നല്ല ടിപ്സുകളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.